നമസ്കാരം. ഈ സംഭവത്തിന്റെ പേര് ഹോസ്റ്റൽ റൂം കോൺവെർസേഷൻസ് എന്നാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ചുമ്മാ ഒരു ഹോസ്റ്റൽ റൂമിൽ നടക്കുന്ന സാധാരണ കോൺവെർസേഷൻസ് ഇങ്ങനെ പുറത്ത് കാണിക്കാനായിട്ടുള്ള ഒരു മീഡിയം, അത്രയായിട്ട് ഉദ്ദേശിച്ചു. കുറെ സമയമുള്ളതുകൊണ്ട് എക്സാം ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഒരു ട്രൈപോഡൊക്കെ കിട്ടാത്തതുകൊണ്ട് ബാക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങള് ഇങ്ങനെ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. അർജുൻ റെഡ്ഡി, അയാളും ഞാനും തമ്മിൽ, അതിലൊക്കെ MBBS ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആക്ച്വലായിട്ട് ഒരു ഹോസ്റ്റൽ റൂമിൽ ഹോസ്റ്റൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ട് MBBS കോളേജാണ് കേട്ടോ, സാധാ നോർമൽ കോളേജസ് അല്ല. MBBS കോളേജിൽ എന്താ നടക്കുന്നത് എന്നാണ് ഞങ്ങള് MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. ഞങ്ങള് പഠിക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ശരിക്കുള്ള മെഡിക്കൽ കോളേജ് എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ ആരും ശരിക്കും റിയാലിറ്റി കാണിക്കുന്നില്ല എന്ന് ഒരു ഇതുണ്ട്, പൊതുവെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ ചുമ്മാ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പോ ആദ്യത്തെ എപ്പിസോഡായിട്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, +2 കഴിഞ്ഞിട്ട് എങ്ങനെ നീറ്റ് സെലക്ഷൻ കിട്ടി, ഇവിടെ എങ്ങനെ വന്നു എന്നൊരു കാര്യങ്ങൾ പറയുന്നത്. വീട്ടുകാരുടെ ഇൻഫ്ലുവൻസും വീട്ടുകാർ എന്തോരം നമ്മളെ പറഞ്ഞ് പലരും ഇപ്പൊ ഇവനാണെങ്കിലും എന്നെയാണെങ്കിലും വേറെ വേറെ രീതിയിലാണ് വീട്ടുകാരാണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ഇനി MBBS എടുക്കണമെന്ന് ചിലവരോട് പറഞ്ഞിട്ടുണ്ടാവും, ചിലവർ സ്വന്തം ഇഷ്ടപ്രകാരം MBBS എടുത്തിട്ടുണ്ടാവും. എല്ലാ വർഷവും ഒരു 3-4 പേരെങ്കിലും വിളിക്കും ഞങ്ങളെ. സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഇപ്പൊ ഇതുവരെ എല്ലാ പ്രാവശ്യവും ആരെങ്കിലൊക്കെ വിളിക്കും. അതുകൊണ്ട് എങ്ങനെ ജീവിതം എന്നാന്നൊക്കെ ചോദിക്കും. അപ്പോ മിക്കവാറും ഒക്കെ ഇവര് ചോദിക്കുന്നത് വീട്ടുകാർ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ മിക്കവാറും പറയുന്നത് വീട്ടുകാരുടെ ഒരു ഇത്, പിന്നെ എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യമില്ല, നോക്കുമ്പോ MBBS ആണെങ്കിൽ ലൈഫ് സെറ്റാണ്. ഇതെല്ലാരും മെയിനായിട്ട് പറയുന്ന കാര്യമാണ്, MBBS എടുത്ത ലൈഫ് സെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയാം നിങ്ങൾക്ക് വേറെന്താണ് ഇഷ്ടമുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കാറ് എപ്പോഴും. അല്ലാണ്ട് ഇങ്ങോട്ട് അവിടെ അടിപൊളി കോളേജാണെന്ന് നമ്മൾ പറയാറില്ല. എന്നിട്ട് അത്ര സുഖമുള്ള ലൈഫ് അല്ലാന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ അവരെന്ത് വിചാരിക്കും, നമ്മള് നിങ്ങൾക്കിപ്പോ കിട്ടിയല്ലോ, കിട്ടിയവർക്ക് എന്തും പറയാലോ, അങ്ങനെ രീതിയിലാണ് എല്ലാരും പറയും. പക്ഷെ അങ്ങനെയല്ല, അതല്ല ട്രൂത്ത് ആണ്. അപ്പോ ഓരോരുത്തരായിട്ട് സ്റ്റാർട്ടിങ് പറയുകയാണ്. അപ്പോ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഫഹദിന്റെ ആദ്യം പറയും. എന്റെ പേര് ഫഹദ് എന്നാണ്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ല. എന്റെ പേര് മുഹമ്മദ് അസ്ലം. ഞാൻ എറണാകുളത്ത് മൂവാറ്റുപുഴ എന്നാണ് വരുന്നത്. എന്റെ പേര് വിഘ്നേഷ്, ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് പേരുണ്ട്, ഫ്രണ്ട്സ് ഒരു 20ഓളം പേരുണ്ട്, 15-16ഓളം പേര്. ഈ തമിഴ്നാട് കോളേജ് തമിഴ്നാട്ടിലായതുകൊണ്ട് ഒരു 20% കോട്ടയാണ് നമുക്ക് കിട്ടുന്നത്. 15% ആണ് ഓൾ ഇന്ത്യ കോട്ടയില്. അത് സ്റ്റേറ്റ്സിന് വേറെ സ്റ്റേറ്റ്സിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ കേരളയിലാണല്ലോ, പക്ഷെ ഹിമാചലിൽ നിന്ന്. അപ്പൊ അത് ഓൾ ഇന്ത്യ ഏത് സ്റ്റേറ്റ്സ് നിന്ന് വേണമെങ്കിലും, ഇപ്പൊ തമിഴ്നാടാണെങ്കിൽ ഇങ്ങോട്ട് 20% ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോ ഇനിയുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ അതിനെ കുറിച്ച് വിശദമായിട്ട് കൂടുതൽ ഫ്രണ്ട്സ് വരും. ഇത് കുറച്ചുകൂടി എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ ഇപ്പോ ഇന്ന് പറയാൻ പോകുന്നത് +2, പിന്നെ ഇവിടെ എത്തിയത് എങ്ങനെയാണ്, പിന്നെ ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡ് വേണമെങ്കിൽ ഞങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ട്. പിന്നെ റാഗിങ്ങിനെ കുറിച്ച്, പിന്നെ അതാണ് ഹൈലൈറ്റ്. പിന്നെ എക്സാംസ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ്, പിന്നെ ലവ് ലൈഫ്, കോളേജ് റൊമാൻസ് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു MBBS ലൈഫില് ഇതൊക്കെ എല്ലാവരും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ MBBS എന്ന് പറഞ്ഞാൽ ഫുൾ പഠിത്തം. കാരണം ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പഠിച്ചത് രാത്രി 12 മണിക്ക് ഞാൻ പഠിച്ചല്ലോ. അപ്പൊ അതൊക്കെയാണ് തുടങ്ങുക. അപ്പൊ നമ്മൾ തുടക്കം ഒരു ബ്രില്യന്റിൽ നിന്നാണ്. ഞങ്ങളെല്ലാരും ബ്രില്യന്റിലാണ്. എങ്ങനെ നീറ്റ് എഴുതുന്ന ഒരു രീതിയിലോട്ട് എങ്ങനെ എത്തി എന്നാണ് പറയുന്നത്. നീ എപ്പോഴാ ഇത് തുടങ്ങി? ഡോക്ടറാണ് എപ്പോഴാ തീരുമാനിച്ചത്? ഡോക്ടറാണെന്ന് എപ്പോ തീരുമാനിച്ചു എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് 2 ഓപ്ഷനാണ്, ഒന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഴുതാം അല്ലെങ്കിൽ MBBS. അപ്പൊ എനിക്കൊരു എന്തായിരുന്നു IAC ഐസറിലൊക്കെ പോകാനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ വീട്ടുകാർ പറഞ്ഞു നീ 1 വർഷം ഇവിടെ പോകും, എന്നിട്ട് ബ്രില്യന്റ് പോകും, അവിടെ പോവപ്പോ അവിടെ അപ്പോ കിട്ടിയാൽ
MBBS പോവാം, അല്ലെങ്കിൽ നീ അതിൽ പോയിക്കോ. എല്ലാവരും ഒരുമിച്ചല്ലേ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ്. എല്ലാം മെഡിസിന് പഠിക്കുന്നതും ഇപ്പോൾ വേറെ ടെസ്റ്റുകൾക്കൊക്കെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അതെല്ലാം സെയിം ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഒരു വർഷം പോകാൻ പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് എന്നാൽ MBBS ആവാന്ന് വെച്ചു, റാങ്ക് വന്നു. അങ്ങനെയൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. അല്ല, എന്റെ വീട്ടുകാരെ എന്ത് ഇഷ്ടമുള്ള ഇതിന് പൊക്കോന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എത്ര 10ാം ക്ലാസ് വെച്ച് വീട്ടുകാരുടെ മറ്റേ അയാൾ ഞാനും തമ്മിൽ സിനിമയില്ലേ, അത് കാണാൻ പോയി. അത് കണ്ടിട്ട് ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാണെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എന്റെ വീട്ടില് ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി ഒരിക്കൽ ഞാൻ ചെറുപ്പത്തില് ഒരു ലിഫ്റ്റിൽ വെച്ച് കൈ കുടുങ്ങിപ്പോയി. അപ്പൊ കൈ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ കൈ കുടുങ്ങിപ്പോയി. ഒരു 3 വയസ്സ് 4 വയസ്സുള്ളപ്പോ. എന്നിട്ട് കൈ ഒടുങ്ങിപ്പോയപ്പോ ഭയങ്കര പേടിയായിരുന്നു. കൈയൊക്കെ ഒടിഞ്ഞു എന്ന് വിചാരിച്ചു. ഇപ്പൊ തന്നെ അമ്മ ഫാമിലി ഡോക്ടറിനെ വിളിച്ചു. പുള്ളി വീട്ടിൽ വന്നു. പുള്ളി എന്നാ മരുന്ന് തന്നു. അപ്പൊ തന്നെ എനിക്ക് ശരിയായി. അപ്പൊ മുതലൊരു ഡോക്ടറാവാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ 10ാം ക്ലാസ് ആയപ്പോ എനിക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് എഞ്ചിനീയറിംഗ് പോവാൻ, അല്ലെങ്കിൽ പ്യൂർ സയൻസ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അയാൾ ഞാനും തമ്മിൽ കാണാൻ പോയി. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്ന ഭക്ഷണം എടുത്ത് പറഞ്ഞ് ഞാൻ ഡോക്ടറാവാൻ പോവാ തീരുമാനിച്ചെന്ന് പറഞ്ഞു. കൊറേ പേര് അത് പടം കണ്ട് ബ്രില്യന്റ് പഠിക്കുമ്പോ കുറെ പേര് അതാ പറയാ, നിങ്ങൾ എന്തുകൊണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളും ഞാനും തമ്മിൽ ആ ലൈഫ് ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെയല്ല. എനിക്ക് പാല് പറയാം. എന്റെതെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് 2 ഇക്കന്മാരും ഒരു ഇത്തയാണ് എന്നെ കൂടാതെ ഉള്ള. അപ്പോ 2 ഇക്കന്മാര് 2 പേരും എഞ്ചിനീയേഴ്സ് ആണ്. ഇത്തയാണെങ്കിൽ BEd അങ്ങനെ ഒരു ടീച്ചിങ് അങ്ങനെ ഒരു ഫീൽഡിലോട്ടാണ് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഡോക്ടർ ഇല്ല. അടുത്ത ഫാമിലിയിൽ ഒന്നും ഡോക്ടേഴ്സ് ഇല്ല. മീൻസ് ഉപ്പാടെ ഫാമിലിയിലും ഇല്ല, ഉമ്മയുടെ ഫാമിലിയിൽ ആരെ ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഇല്ല. അപ്പൊ ഇവര് ചെറുപ്പം മുതൽ തന്നെ എന്നെ 2 എഞ്ചിനീയേഴ്സ് വന്നു വീട്ടില്. ഓക്കെ, പിന്നെ ഇനി ഒരു ഡോക്ടർ ഏതായാലും വേണം. ഞങ്ങൾക്കൊക്കെ പ്രായമായി തുടങ്ങുകയാണ്. അറ്റ്ലീസ്റ്റ് ഞങ്ങളെങ്കിലും നോക്കാൻ പറ്റും. അതെ, ഒരു ഡോക്ടർ വേണം. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ഇപ്പൊ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഡോക്ടർ ആവാം, നല്ലോണം പഠിക്കും, ഡോക്ടർ ആവാം ഏതായാലും. അപ്പൊ എന്റെ മൈൻഡിലാകെ ഈ ഡോക്ടർ എന്നുള്ള ഒരു കാര്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, എങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇക്കമാരൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്. അവരും പറയുന്നത് ഡോക്ടർ ആവും ഏതായാലും. 2 പേരും ഇങ്ങനെ ആയില്ലേ, എങ്ങനെയാലും ഡോക്ടർ ആവ്. ഇതൊക്കെ 2 ഓപ്ഷനെ നമ്മൾ കാണുന്നുള്ളൂ, എഞ്ചിനീയറിംഗ്, MBBS. ഈ 2 ഓപ്ഷൻ മെയിൻ ആയിട്ട് വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഗൾഫിൽ പോകണം. ഗൾഫിൽ പോയിട്ട് അറബിയുടെ താഴെ പണിയെടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ കാശ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നു. ഫസ്റ്റ് പോക്ക് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം നിന്ന് തിരിച്ചു വരുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെയും പോകും. ഇതാണ് ഒരു സൈക്കിൾ. അപ്പോ പിന്നെ ഓക്കെ, എന്നാ പിന്നെ അവരുടെ തീരുമാനം പോലെ ആയിക്കോട്ടെ. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാനും പോയില്ല. എല്ലാ എക്സാമും എഴുതി. കീമില് എഞ്ചിനീയറിംഗ്, MBBS, എന്താ പറയാ, ഐക്കർ, നൈസർ, അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാ എക്സാമും എഴുതിയിട്ടുണ്ട്. മെയിൻ എഴുതിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനും തീരുമാനിച്ചു, ഓക്കെ ബ്രില്യന്റിൽ പോവാം. അവിടുന്ന് ഒരു കൊല്ലം ബ്രില്യന്റ്. അതെങ്ങനെയാണ് +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം സയൻസ് സ്റ്റുഡൻസിന് ബ്രില്യന്റ് ഒരു കൊല്ലം ചെലവഴിക്കാനുള്ള ഒരു സ്ഥലമാണ് ബ്രില്യന്റ്. +2 കഴിഞ്ഞാൽ ബ്രില്യന്റ് അങ്ങനെ ഒരു ഇതായി ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇവിടെ നിങ്ങൾ പാല ബ്രില്യന്റിലായിരുന്നു. അതേസമയം ഞാൻ എറണാകുളം ബ്രില്യന്റാണ് പോയത്. അതിന്റെ ഒരു കാരണമുണ്ട്. എന്റെ വീട്ടുകാർക്ക് എനിക്കും അറിയില്ലായിരുന്നു. നാട്ടിൽ നിന്ന് മീൻസ് ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഡയറക്റ്റ് കോട്ടയം ബസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എറണാകുളം ബ്രില്യന്റിൽ പോയത്. അതാണ് വേറൊരു പൊട്ടത്തരം കാണിച്ചത് ഞങ്ങള്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എറണാകുളം ബ്രില്യന്റ് കുറച്ച് പിള്ളേര് വളരെ കുറവായിരിക്കും. ഇവിടെ ഒരു സാഗരമാണ് പിള്ളേര് അല്ലെ. ഞങ്ങളവിടെ ഒരു 600 പിള്ളേര് 700 പിള്ളേരൊക്കെ ആകെ ഉള്ളായിരുന്നു. ബ്രില്യന്റ് എന്ന് പറയുമ്പോ കാണുമ്പോ തന്നെ പേടിക്കും. കാരണം അത്രയും പിള്ളേര് എക്സാം എഴുതാൻ പോവാന്ന് ആലോചിക്കുമ്പോ തന്നെ നമ്മളൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പോവാണല്ലോ. ഓൺലൈനൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ അറിയണ്ടാവില്ല. പക്ഷെ ഭയങ്കര ആളാണ്. 8000 പേരോളം നമ്മള് ക്ലാസ് വിട്ട് കഴിയുമ്പോ തന്നെ ഫുള്ള് ആൾക്കാരായിരിക്കും. അത്ര ആൾക്കാരിൽ നമ്മൾ ഒരാള് അത്ര അങ്ങനെ വിചാരിക്കുള്ളൂ. അത്രയും പേര് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ എക്സാം എഴുതണം എന്നുള്ള രീതിയിലാണ് അവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
പിന്നെ എക്സാം ലാസ്റ്റ് ഒക്കെ ആകുമ്പോ തന്നെ ഫുൾ ഈ 10,000 പിള്ളേരെയും അല്ലെങ്കിൽ 8,000 9,000 പിള്ളേരെ വെച്ചായിരിക്കും എക്സാം ഒക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും നമ്മുടെ ഒരു റാങ്ക് ഏകദേശം വരുന്നത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് നീറ്റ് എഴുതി കിട്ടി. ഒരു സ്റ്റോറി ഉണ്ട്, അത് പിന്നെ ഒരു പ്രീക്വൽ പോലെ പിന്നെ പറയണത് അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് സ്റ്റോറി ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് ആദ്യം അലോട്ട്മെന്റ് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എല്ലാരും ഓപ്ഷൻ വെച്ചു, എനിക്ക് കിട്ടിയില്ല. കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആർക്കും കിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും 900-ഓളം 900 to 1000-നുള്ളിലായിരുന്നു കേരള റാങ്ക് വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആർക്കും കിട്ടില്ല. പിന്നെ ഓൾ ഇന്ത്യ വെച്ചു. ഓൾ ഇന്ത്യയില് ഞാൻ കേരളത്തിന്റെ അകത്ത് മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ, ഇവരെല്ലാരും പുറത്തൊക്കെ വെച്ചു. എനിക്ക് ആദ്യം കിട്ടിയ ഘടകം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, കർണാടകയില്. എനിക്ക് കിട്ടിയത് കാർവാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഗോവയുടെ ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ഉള്ളു ഗോവയിലോട്ട്. ആ മെഡിക്കൽ കോളേജ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മെഡിക്കൽ കോളേജ്. അപ്പൊ അങ്ങനെ ഞാനവിടെ പോയി. അവിടെ പോയപ്പോ ഒരു പുതുപുത്തൻ കോളേജ്, മീൻസ് അവരുടെ ജനറൽ ഹോസ്പിറ്റൽ അതൊക്കെ ഉണ്ട്. ജനറൽ ഹോസ്പിറ്റലൊക്കെ സൈഡിലുണ്ട്, അതൊക്കെ പഴയതാണ്, ഓക്കെയാണ്. പക്ഷെ പുതിയ ബിൽഡിംഗ് ആയിരുന്നു. മീൻസ് മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് പുതുപുത്തൻ ബിൽഡിംഗ്. മറ്റേ എന്താണ് ആ പ്ലാസ്റ്റിക്കിന്റെ സീലൊക്കെ ഉണ്ടാവില്ല, മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത്, അതുപോലും പൊട്ടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കോളേജായിരുന്നു പോയത്. അപ്പൊ തന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫസ്റ്റ് ബാച്ച് അല്ലേ പോകുന്നേ, അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത സാറന്മാരൊക്കെ ആയിരിക്കും. അങ്ങനെ അവരുടെ ഒരു ചിന്ത. നമുക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ, നമുക്ക് റിലേറ്റീവ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അതായത് എല്ലാരും അലോട്ട്മെന്റ് കിട്ടി MBBS കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എത്ര സീറ്റ് ഉണ്ട്, കോളേജിന്റെ ബെഡ് എത്രയുണ്ട്, ഹോസ്പിറ്റലിൽ ബെഡ് എത്രയുണ്ട്. മെയിൻ ആയിട്ട് നമ്മള് കോളേജിന്റെ പഴക്കം എത്രത്തോളം പഴയ കോളേജാണോ അത്രത്തോളം ഭയങ്കര കോളേജ്. അതാണ് നമ്മൾ ഈ കോഴിക്കോട് ട്രിവാൻഡ്രം നമ്മൾ പറയുന്നത് ടോപ്പ് കോളേജസ് ആണ്. മീൻസ് ടോപ്പ് റാങ്കിലുള്ള പിള്ളേർ അവിടെ കയറുന്നത്, അതെല്ലാം ശരിയാണ്. പക്ഷെ അതിന്റെ പഴക്കം കൊണ്ടാണ് ഇത്രയും ഫേമസ് ആവുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചാണ് ആദ്യം നോക്കുക. നമ്മള് കേറാൻ നേരത്തെ അങ്ങനെയാണ് നോക്കുന്നെങ്കിലും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോ തകരം മറിയത് ചിന്തകൾ മാറും. നമ്മള് ബെഡിന്റെ കണക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം കോളേജുകളൊക്കെ ഒരു ഹൈറാർക്കിയിൽ വെച്ചിട്ടാണ് നമ്മൾ അലോട്ട്മെന്റ്. ഞാനൊക്കെ അലോട്ട്മെന്റ് സമയത്ത് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നത്. ഏതായാലും MBBS ആണ് സമ്മതിച്ചു. എന്നാ പിന്നെ എല്ലാ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജ് ഞാനിങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എല്ലാത്തിന്റെ ഗൂഗിൾ ഇമേജസ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നല്ലോണം സൂക്ഷ്മതയോടെയാണ് ഞാനൊക്കെ അലോട്ട്മെന്റ് വെച്ചത്. എന്നിട്ട് ഫേസ്ബുക്കിൽ ആദ്യം തന്നെ ഒരു സീനിയർ റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് ആ കഥ അങ്ങനെയല്ല. ആ കഥ ഞാൻ പറഞ്ഞു. ആ കഥയൊന്നുമില്ല. ആ കഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഫസ്റ്റ് MBBS തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ എനിക്ക് അലോട്ട്മെന്റിൽ വന്നു. അപ്പൊ ഇവര് അവിടെ പഠിക്കുന്ന ആരും എനിക്കറിയില്ല. പിന്നെ റിലേറ്റീവ്സ് അങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആരും ഇല്ല. വേറെ ഫ്രണ്ട്സും അത്രയും MBBS ആയിട്ട് പഠിക്കുന്ന അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഒന്നും എന്റെ നാട്ടിലും ഇല്ല, ആരും ഇല്ല. അപ്പൊ കോളേജിനെ പറ്റി അറിയണമല്ലോ, എന്താ സംഭവം, എന്തെങ്കിലും അടുത്ത് കുറച്ച് മോളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മീൻസ് മലപ്പുറത്തുനിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മോളും സാധനമൊക്കെ വലിയ കാര്യമാണ്. കാരണം മലപ്പുറത്ത് ഒരു മോളും ഇല്ല. എറണാകുളത്ത് എന്റെ നാട്ടിലൊക്കെയാണ് മോളൊക്കെ ഉള്ളത്. പിന്നെ ഞാനൊക്കെ എന്റെ നാട്ടിൽ അന്നൊന്നും ഞാൻ ലുലുമോള് കണ്ടിട്ടേ ഇല്ല. MBBS കിട്ടുന്ന കാര്യമൊന്നും ഞാൻ ലുലുമോള് കണ്ടിട്ടില്ല. അപ്പൊ പോയിട്ടില്ല ഇവിടെ? ഇല്ല, ലുലുല് എന്തില്ല അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല. ഞാൻ ലുലുല് പോയിട്ടില്ല. പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ പോയിട്ടില്ല, ലുലു പോയിട്ടില്ല. അങ്ങനെ അപ്പൊ എനിക്ക് അതൊക്കെയാണ്. ഞാൻ അടുത്ത് നല്ല ഷോപ്സ്, കഴിക്കാനുള്ള ഫുഡൊക്കെ കിട്ടുന്ന നല്ല ഷോപ്സ് ഉണ്ടോ. തമിഴ്നാടാന്ന് പറയുമ്പോ നമുക്ക് കുറച്ച് നമ്മളെ വിചാരം എന്താണ്, ഒരു ഭയങ്കര ഒരു ഗ്രാമം ടൈപ്പ് ഓഫ് ഇവിടെ കുറച്ചൊക്കെ നമ്മളിപ്പോ നമ്മുടെ നാട്ടില് വരുന്ന ആൾക്കാർ പറയുന്നത്, മീൻസ് ജോലിക്കൊക്കെ വരുന്ന ആൾക്കാർ പറയുന്നതും അവര് പറയുന്നത് എന്താണ്, കുറെ പാടങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കാണ്, തരിശുഭൂമി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കോളേജിൽ ഏരിയയുടെ ഇമേജ് കിട്ടണമെങ്കിൽ പാണ്ടിപ്പടയുടെ സെറ്റ് ഞങ്ങളുടെ കോളേജാണ്. ആ ഏരിയയാണ് ഞങ്ങളുടെ കോളേജ്. ശരിക്കാണ്. അങ്ങനെ അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ആരെങ്കിലും ഒരു ലീഡ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മള് തെങ്കാശി തൊട്ടടുത്താണ്. എല്ലാം നമ്മുടെ കോളേജിൽ സൈഡിൽ കുറവാണ്. ഒരു ലീഡ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ഞാൻ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോ ഒരു ചേച്ചിയുടെ ഫോട്ടോ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചേച്ചിയാണ്. അപ്പൊ പിന്നെ ഞാൻ നോർമലി ഞാൻ റിക്വസ്റ്റ് പോലും അയച്ചില്ല, ഫേസ്ബുക്കിലാണ്, റിക്വസ്റ്റ് പോലും അയച്ചില്ല. ഞാനൊരു മെസ്സേജ് റിക്വസ്റ്റ് അയച്ചിട്ട്
ചേച്ചി കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹായ് ചേച്ചി കൊണ്ടോ അയച്ചു. അല്ല, മെഡിക്കൽ കോളേജിലാണോ എന്ന് അയച്ചു. തിരുനെൽവേലി മെഡിക്കൽ കോളേജിലാണോ അങ്ങനെ ഞാൻ ചോദിച്ചു. ആണെന്ന് പ്രൊഫൈലിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു തുടക്കം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുനെൽവേലി മെഡിക്കൽ കോളേജിലാണോ, അപ്പൊ ഏത് ഇയർ ആണെന്ന് ചോദിച്ചപ്പോ എന്റെ നേരെ സീനിയറാണ്, ഇമ്മീഡിയറ്റ് സീനിയേഴ്സാണ്. സീനിയറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി എങ്ങനെയാ അവിടെ, എങ്ങനെയാ പ്രൊസീജിയർ എങ്ങനെയാ, അല്ലെങ്കിൽ അത് ചോദിച്ചു. പിന്നെ ഇങ്ങനെ അടുത്തന്നെ നല്ല ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചേച്ചി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവിടെ ഡ്രസ്സിന്റെ കുറെ ഷോപ്സ് ഉണ്ട് എന്നാ പറഞ്ഞു. വേറെ ഒന്നും അധികം വലിയതായിട്ടൊന്നും ഇല്ല. മോളൊക്കെ ഉണ്ടോന്ന് വെച്ചപ്പോ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കാരണം ഡ്രസ്സിന്റെ ഷോപ്സ് ഇഷ്ടംപോലെ നല്ല അടിപൊളി ഡ്രസ്സിന്റെ ഷോപ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അത് പറഞ്ഞതൊക്കെ ശരിയാണ്. അങ്ങനെ അത് പിന്നെ അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചത് എന്താണ് ചേച്ചി ബുക്സ് ഒക്കെ എങ്ങനെയാ അവിടെ വന്നിട്ട് അവിടെ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങലാണോ അത് ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു ബുക്സ് ഒന്നും കുഴപ്പമില്ല, അവിടെ സീനിയേഴ്സ് ഒക്കെ തരും, അത് സീനൊന്നും ഇല്ല, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ബുക്കൊന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാ സീനിയേഴ്സിന്റെ ബുക്ക്. അതാണ് അത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഒരു ബാച്ച് ആണെങ്കിൽ സീനിയേഴ്സിന്റെ യാതൊരു ആനുകൂല്യം നമുക്ക് കിട്ടും. സീനിയേഴ്സിനെ കൊണ്ട് ഉപകാരങ്ങളുണ്ട്, ഉപദ്രവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. പക്ഷെ ഇങ്ങനത്തെ ബുക്സ് എല്ലാം നമുക്ക് വാങ്ങേണ്ട 2000-3000 രൂപയുടെ ബുക്സ് ഒക്കെ ഉണ്ടാവും. കുറെ ബുക്സ് ഒക്കെ 2000-3000 അല്ലെങ്കിൽ 1000 എല്ലാം റേഞ്ചിലുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ സീനിയേഴ്സ് പഠിച്ച ബുക്ക് നമ്മൾ എടുക്കുന്നു, അതിൽ അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അണ്ടർലൈൻ ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ഒക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പുതിയ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. പിന്നെ ഓരോ പ്രൊഫസർ എങ്ങനെയാണ് സ്വഭാവം, നമ്മള് മനസ്സിലാക്കണം, പോയി ചാടരുതല്ലോ ഒന്നില്ല, നമ്മള് പോയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എല്ലാ കാര്യം അവർ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അതൊക്കെ കേരളത്തിൽ എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ തമിഴ്നാട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. കേരളത്തിലുള്ള പോലെ അല്ല, ഇവിടുത്തെ കൾച്ചർ ഭയങ്കര വ്യത്യാസമാണ്. അവിടെ SFI, അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. ഇവിടെ പൊളിറ്റിക്സ് പാടില്ല. ഇവിടെ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇവിടെ പ്രൊഫസേഴ്സും ഡീനും VP ഒക്കെയാണ് മെയിൻ. ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഹൈറാർക്കി സിസ്റ്റമാണ്. ഡീന്, പ്രൊഫസേഴ്സ്, അതിന് താഴെ PGs. ഇവർക്ക് വേണ്ടത് എന്താണ്, ഇവർക്ക് റെസ്പെക്ട് ആണ് ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിക്കാതിരിക്കുക, അതൊന്നും അവരുടെ ഇഷ്ടം. എല്ലാവരെയും റെസ്പെക്ട് ആണ്. സീനിയേഴ്സ് ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും, പ്രൊഫസർ ആണെങ്കിലും നമ്മുടെ സീനിയർ ആണ്, ഭയങ്കരമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം ആളെ. പഠിച്ചില്ലേലും കുഴപ്പമില്ല, മുതലേ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. റെസ്പെക്ട് ആണ് വേണ്ട, റെസ്പെക്ട് ആണ് ഏറ്റവും വലുത്. ഈ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് ഒരു റെസ്പെക്ട് എന്തായാലും വേണം. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയാലും പിന്നെ PG എടുത്താലും എല്ലാം നമ്മൾക്ക് എപ്പോഴും ഒരു കോണ്ടാക്ട് വേണം. റെസ്പെക്ട് പിന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരത് പിടിച്ചു വാങ്ങുകയും ചെയ്യും. ഇപ്പൊ സീനിയേഴ്സ് ആണെങ്കിൽ അവർ ഏതെങ്കിലും വിധേനൊക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏതെങ്കിലും വിധേനൊക്കെ നമ്മളെ അടുത്ത് അത് പിടിച്ചു വാങ്ങും. പ്രൊഫസേഴ്സ് ആണെങ്കിൽ വേറെ പല രീതികളിലും നമ്മളെ അത് വാങ്ങിപ്പിക്കും. മീൻസ് നെക്സ്റ്റ് ടൈം നമ്മൾ അത് കൊടുത്തിരിക്കും, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ സീനിയേഴ്സിന്റെ റാഗിങ് ഒരു പാർട്ടൊക്കെ ഉണ്ട്, അത് നമ്മള് അടുത്ത എപ്പിസോഡ്സിലായിട്ട് പറയാം. പിന്നെ അങ്ങനെ നിങ്ങളൊരു കോളേജ്, ഞാൻ എന്റെ കോളേജിനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു കാർവാർ മെഡിക്കൽ കോളേജാണ് എനിക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റിൽ വന്നത്. അപ്പൊ ഞാനത് അടുത്ത അലോട്ട്മെന്റിൽ പോവാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഒരു അലോട്ട്മെന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് മീൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിചാരത്തിൽ അവിടെ തിരിച്ച് വരിക ചെയ്തത്. ഓക്കെ, ഇനി നിനക്ക് ഏത് കോളേജ് കിട്ടി? എനിക്ക് ഗഡക് എന്ന് പറഞ്ഞൊരു കോളേജായിരുന്നു. അതിപ്പോ കർണാടകയിലാണ്. കർണാടകയില് ഹൂബ്ലി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, വലിയൊരു സിറ്റി ഉണ്ട്. എന്റെ കൂട്ടുകാരോട് പഠിക്കുന്ന അതൊരു നല്ല സിറ്റിയാണ്. ഇപ്പൊ എനിക്ക് കൊച്ചിന്ന് ആദ്യം ബാംഗ്ലൂരിലോട്ട് വരണം. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 7 മണിക്കൂർ ഫ്ലൈറ്റ് ഹൂബ്ലിയിലോട്ട് പോകണം. എന്നിട്ട് ഹൂബ്ലിയിൽ നിന്ന് പിന്നെ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പിന്നെയാണ് ഗഡക് എത്തുന്നത്. അപ്പൊ ഞാന് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോ ട്രെയിനിന് ഡയറക്റ്റ് ഹൂബ്ലിക്ക് പ്ലെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അങ്ങനെ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ നോക്കുന്ന ഫുള്ള് കാളവണ്ടികളായിരുന്നു, മറ്റേ കുതിരവണ്ടിയായിരുന്നു. കുതിരവണ്ടിന്നാണ് ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് റൂമിലോട്ട് പോയത്. പിന്നെ അവിടെ ആണെങ്കിൽ ആകെ കന്നഡ മാത്രം ആൾക്കാർ സംസാരിക്കുള്ളൂ. കന്നഡയും ഹിന്ദിയും മാത്രം സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് പോലും ഇങ്ങനെ അധികം അറിയത്തില്ല. കർണാടകയുടെ പ്രത്യേകതയാണ്, എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷും ഹിന്ദിയും അടിപൊളിയായിട്ട് അറിയുന്നുണ്ടാവും. ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാം. ഞാൻ പോയ സ്ഥലത്തൊക്കെ. നീ ബാംഗ്ലൂരല്ലേ പോയെ? അല്ല, ഞാൻ കാറ്. ഈ സ്ഥലത്താണെങ്കിൽ ഹിന്ദി, ഇത് വില്ലേജ് ആണ്, ശരിക്കും മഹാരാഷ്ട്രക്ക് അടുത്തല്ലേ? മഹാരാഷ്ട്രക്ക് അടുത്താന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ഇവിടെ ആണെങ്കിൽ ഹിന്ദിയും ഇത് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. എനിക്കാണെങ്കിൽ കന്നഡ ഒട്ടും അറിയത്തില്ല. ആകെ അറിയാവുന്ന കന്നഡ കുത്തില്ലെന്ന് മാത്രമേ അറിയത്തുള്ളൂ.
അപ്പൊ ഇത് അർജുൻ റെഡ്ഡിയുടെ എന്താ അർജുൻ റെഡ്ഡിയുടെ പടത്തിൽ എന്തൊക്കെയുണ്ട്? മേക്കു സമുദ്ര ചപ്പണ്ടി അത് തെലുങ്ക് എന്നിട്ട് ഈ സിറ്റി ഇല്ലേ ഘടക സിറ്റിയിൽ നിന്നും പിന്നെയും പോണം, പിന്നെയും ഒരു മറ്റേ ബസ് യാത്ര ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോണം. ഹോസ്പിറ്റലാണെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ ആദ്യം കണ്ടപ്പോ തന്നെ ഞങ്ങൾ എന്തായാലും പേടിച്ചു ഇവിടെ, കാരണം അറിയാത്തൊരു ഭാഷ, അറിയാത്ത സ്ഥലം, അടുത്തൊരു ഇതുമില്ല, കാണാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ ആകെ ഹോസ്റ്റൽ ഫുഡ് മാത്രമേ ഉള്ളൂ, ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. സിറ്റിയിൽ നിന്ന് എത്രയും ദൂരമുള്ള സ്ഥലമാണ്. പിന്നെ തിരിച്ചു വരാനാണെങ്കിൽ ഒരു ദിവസത്തെ യാത്ര ഉണ്ട്, ഒരു ദിവസം ഫുള്ള് യാത്രയാണ്. അപ്പൊ ഇവിടെയാണ് കിട്ടാൻ പോണെങ്കിൽ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നത്. ഞാൻ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് കളിച്ചു. അതായത് ഞാൻ ബുദ്ധിയില്ലായ്മയാണോ ബുദ്ധിക്ക് കളിച്ചാണോ എന്നുള്ളത് അവന് തന്നെ പറയണ്ടത്. അതായത് ഞാൻ ലിസ്റ്റ് എടുത്തു, പഴയ റാങ്ക് ലിസ്റ്റുകൾ എടുത്തു, എന്നിട്ട് എന്റെ റാങ്ക് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്തായാലും കിട്ടും. ഞാൻ ഫസ്റ്റില് ദൂരെ പോയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് സെക്കൻഡ് വരണ്ടല്ലോ എന്നുള്ള കാൽക്കുലേഷൻ. പിന്നെ രണ്ടാമത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് അവിടെ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തിട്ട് വേണം നമ്മൾ പുതിയ കോളേജിൽ പോകാൻ. അപ്പൊ തമിഴ്നാടാകുമ്പോ വേറെ ഒരു പ്രശ്നം കൂടി വരാനുണ്ട്, അത് പറഞ്ഞു. എന്നിട്ട് അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിലും എന്റെ വീട്ടുകാര് നിനക്ക് കേരളത്തിൽ എന്തായാലും നിനക്ക് പ്രൈവറ്റ് കിട്ടും ഉറപ്പാണ്. അപ്പോ വീടിന്റെ അടുത്ത് തൃശ്ശൂര് അമല കോളേജ് ഉണ്ട്. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ പോവാം. ഈ ഭയങ്കര ദൂരെ കൊടുക്കണ്ട. അല്ലെ ഞാൻ ഒറ്റ മോനാണ്, അപ്പൊ അങ്ങനെ കൺസിഡറേഷൻ അപ്പോ അവിടെ പോവാം. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ പോവാം, എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് കേരളത്തിൽ എന്തായാലും ഉറപ്പായിട്ടും കണ്ണൂർ അല്ലെങ്കിൽ കണ്ണൂർ വരെയെങ്കിലും, കണ്ണൂർ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് വരെയെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടും. അപ്പൊ പിന്നെ ഞാൻ ഒരു കാൽക്കുലേറ്റഡ് ഗസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടില് കേരളത്തിനോട് എടുത്തും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും കൊടുത്തു. അതില് പാലക്കാട് കൊടുക്കുകയും ചെയ്തില്ല, എന്തോ അത് പുതിയ കോളേജാണെന്നുള്ളത് കൊടുക്കുകയും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവർക്കൊക്കെ കിട്ടി. എന്റെ ഒപ്പമുള്ള ഒരു കുട്ടിയിലായിരുന്നു, അവൾക്ക് എന്റെ അതേ റാങ്ക് ആയിരുന്നു. അവള് ഫാദിന്റെ ഒപ്പം കാർവാർ പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവള് സെക്കൻഡ് അലോട്ട്മെന്റിലാണ്. ആമിന ഒരു ചെറിയ കുട്ടിയല്ലേ? ചെറിയ കുട്ടിയെ ഹൈറ്റ് ഇച്ചിരി കുറവായിരുന്നു ഞങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ. എന്നിട്ട് അവള് സെക്കൻഡ് അലോട്ട്മെന്റിൽ പാലക്കാട് കിട്ടി. അത് അവൾക്ക് താല്പര്യമില്ല. കാരണം അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ഞങ്ങളിങ്ങനെ കുറച്ച് കറക്റ്റ് ആയിട്ട് പറയുള്ളൂ, ട്രൂത്ത് ആയിട്ടൊക്കെ പറയാം. അപ്പൊ കേരള അലോട്ട്മെന്റുകളിൽ പാലക്കാടിന് അത്ര ഒരു ഡിമാൻഡ് ഇല്ലാത്ത കോളേജാണ്. കാരണം മീൻസ് പുതിയ കോളേജ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പുതിയ കോളേജ് ആകുമ്പോ ഇപ്പൊ ഞാൻ പോരാൻ തന്നെ കാരണം അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കോളേജാണ്, ഫസ്റ്റ് ബാച്ചാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ബാച്ച് അവർക്കൊരു ക്ലാരിറ്റി, അവർക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇങ്ങനെ അവിടെ തന്നെ പഠിച്ചത്. എന്നിട്ട് അവള് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ കേരള അലോട്ട്മെന്റ് സെക്കൻഡിൽ ആലപ്പുഴ കയറിപ്പോയി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് കയറിപ്പോയി. ഞങ്ങൾക്കാണെങ്കിൽ സെക്കൻഡ്, അതായത് അലോട്ട്മെന്റുകൾ ഇങ്ങനെ മാറി മാറി വരും. ഫസ്റ്റ് കേരള അലോട്ട്മെന്റ് വരും, പിന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഇത് മൊത്തം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത കേരള അലോട്ട്മെന്റ് വരുന്നത്. പക്ഷെ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തില്ല. അതിനുള്ളില് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. ഞാൻ തിരുനെല്വേലി എനിക്ക് കിട്ടി. എനിക്ക് കോയമ്പത്തൂർ കിട്ടണമെന്നായിരുന്നു താല്പര്യം, വീടിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഇനിയൊരു അലോട്ട്മെന്റ് കൂടി ഉണ്ടാവും എന്നുള്ള ഇതില് അത് വരും ചിലപ്പോ. എന്തോ സീറ്റുകൾ മാറ്റി, അങ്ങനെ വേറെ പ്രശ്നമുണ്ട്. അപ്പോ കിട്ടുമെന്നുള്ള ഉറപ്പില് തിരുനെല്വേലി ചേർന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത അലോട്ട്മെന്റ് വരുന്നത് കേരള അപ്പോഴേക്കും നമ്മള് ഇത് ചേർന്നു. പിന്നെ സെറ്റായി. ഓക്കെ, തന്നെയാണ് 5-5.5 വർഷം. അല്ല, പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് എത്ര ലക്ഷം രൂപ കൊടുക്കണം? ബോണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ കയറിയിട്ട് അവിടുന്ന് നമുക്ക് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേരളത്തിലൂടെ ചുമ്മാ പോകാൻ പറ്റത്തില്ല. ബോണ്ടിന് എന്തൊരു എമൗണ്ട് കാശ് കൊടുക്കണം. സീറ്റ് വേക്കന്റ് ആവുന്നുണ്ട്. അവിടുത്തെ ഒരു സീറ്റ് നമ്മൾ വേസ്റ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൾ ഇന്ത്യയിലുള്ള സീറ്റ് വേസ്റ്റ് ചെയ്യാണ്, അത് തിരിച്ച് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പൊ നമ്മള് ഇവിടെ നിന്നില്ലെങ്കിൽ പുറത്തോട്ട് പോവാണെങ്കിൽ ബോണ്ട് ചെയ്ത പൈസ കൊടുക്കണം. 10 ലക്ഷം ആയിരുന്നു ഞങ്ങൾ ചെയ്യുമ്പോൾ.
അങ്ങനെ എന്തോ ഒരു amount 10 ലക്ഷം രൂപ കൊടുത്ത് പോകാനും മാത്രമുള്ള അത്ര പ്രശ്നമില്ല. നമ്മൾ തിരുനെൽവേലി മതി, നമുക്ക് കുഴപ്പമില്ല. തിരുനെല്ലി മതി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ തമിഴ്നാട്ടില് ഓൾ ഇന്ത്യയിൽ അലോട്ട്മെന്റ് കിട്ടുന്ന പിള്ളേര് ആദ്യം പോയിട്ട് എവിടെ ഗിണ്ടിയോ, ഗിണ്ടി എന്നുള്ള ഒരു സ്ഥലമാണ് ചെന്നൈയിൽ. ആദ്യം വേറെ പേരൊക്കെയാണ് ഞങ്ങൾ വായിച്ചത്. പക്ഷെ എന്നാലും ഗിണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു അതിന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കുഞ്ഞു പേപ്പറാണ്. അതിന് പക്ഷെ ഒരു ദിവസം ഇത്ര എണ്ണം കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. 30 40 അങ്ങനെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്. രാവിലെ തന്നെ പോയി നിൽക്കണം നമ്മൾ. ഒരു അലോട്ട്മെന്റ് വിൻഡോ ഉണ്ട് എന്ന് വെച്ചാൽ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞിട്ട് 6-7 ദിവസത്തിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ. ശരിക്കും ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ട് ഒരു 4 ദിവസം ഫുള്ള് ഓട്ടോ ആയിരുന്നു. പഴയ കോളേജിലോട്ട് പോവുക, പിന്നെ അവിടെ നിന്ന് ചെന്നൈയിലോട്ട് പോവുക, ചെന്നൈയിൽ നിന്ന് തിരുനെല്ലിയിലോട്ട് വരിക, അങ്ങനെ 4 ദിവസം ഫുള്ള് ഓട്ടോ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ കറക്റ്റ് ടൈമിൽ വന്ന് ചേരാൻ പറ്റുമെന്ന് അറിയില്ല. ചേരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ സീറ്റ് പോവില്ല. പക്ഷെ ഞങ്ങൾക്ക് പേടി, നമ്മള് പോകുന്നുള്ള ഒരു ഭയങ്കര ഒരു പേടി. വീട്ടുകാർക്ക് അതിനേക്കാളും പേടി, നമുക്കും പേടിയുണ്ടില്ല എന്നല്ല, വീട്ടുകാർക്ക് അതിനേക്കാളും ഭയങ്കര പേടി. എന്റെ അച്ഛന്റെ കൂടെ വന്ന അച്ഛനങ്ങനെ പേടിച്ചിരിക്കായിരുന്നു, ഇതിപ്പോ സീറ്റ് വെറുതെ വേസ്റ്റ് ആവും. അതായത് ഭയങ്കര നമ്മള് ഫസ്റ്റ് കിട്ടിയ കോളേജിൽ പോകണം. അതായത് നമ്മൾ ഫസ്റ്റ് കോളേജിൽ എല്ലാം കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത്. മനസ്സിലായി? അപ്പോഴാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കോളേജിൽ പിന്നെയും പോകണം. ആ ഫസ്റ്റ് കോളേജിൽ നിന്ന് നേരെ ഇവിടേക്ക് പോകണം. ഗിണ്ടി എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള MGRന്റെ യൂണിവേഴ്സിറ്റി അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ തൃശ്ശൂരാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ MGR യൂണിവേഴ്സിറ്റി ഇവിടെ ഗിണ്ടിയിലാണ്. അവിടെ പോകണം. എന്നിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്നിട്ട് തിരിച്ച് ഈ തിരുനെൽവേലി കോളേജിൽ വരണം. എന്നിട്ട് ഇവിടെ നമ്മള് വിൻഡോ ക്ലോസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മുടെ എല്ലാ സാധനങ്ങളും. ഞാൻ ഇങ്ങനെ വന്നു നിന്നിട്ട് അവിടുന്ന് ഒരു ബസ് ചെന്നൈ വന്നിട്ട് രാവിലെ വന്ന് ഇതൊക്കെ വാങ്ങിച്ച് രാത്രിയായി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് തിരുനെല്ലിക്ക് 10 മണിക്കുള്ളിൽ വരണം എന്നൊരു പ്രതീക്ഷയിലാണ് വന്നത്. അപ്പൊ ഏതാണ്ട് ഒരു കുറെ കിലോമീറ്റർ ഇങ്ങനെ കറങ്ങണം. ഒരു ലൈൻ അങ്ങനെ ചെന്നൈ വരെ പോകാൻ ഒരു 10 മണിക്കൂർ സമയമാകുന്നുണ്ട്. പിന്നെ തിരുനെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ അടുത്താണ്. അപ്പൊ പിന്നെയും ഒരു 8-9 മണിക്കൂർ 9 കിലോമീറ്റർ അല്ല ചെന്നൈന്ന് 12 മണിക്കൂറോളം ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട്, അതും ലേറ്റ് ആയി, 2 മണിക്കൂർ വണ്ടി ലേറ്റ് ആയിട്ട് ഇറങ്ങി ഇവിടെ വന്നിട്ട് കോളേജിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം മണം. അങ്ങനെയൊക്കെയാണ്. തമിഴ്നാട്ടിലായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടില്ല. ഒരു പ്രത്യേകതരം മണം, നല്ല വെയിൽ. അതാണ് നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഇത് ഇടക്കിടക്ക് പൊട്ടാറുണ്ട്. ഡ്രെയിനേജ് അതാണ്. അതല്ല കോളേജിന്റെ മുമ്പിൽ തന്നെ അതൊരു യൂസ്ഡ് ആവാൻ ഇച്ചിരി സമയം പിടിക്കും. അത് ഇപ്പൊ ഞങ്ങൾക്ക് മണം കിട്ടാറില്ല. ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ മറ്റായിരിക്കും മീശയൊക്കെ വെച്ചിട്ട്. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താടിയും മീശയൊക്കെ വരുന്നത് തന്നെയാണ്. ഞങ്ങളൊക്കെ വരുന്നപ്പോ ചെറിയ അത്യാവശ്യം ഞങ്ങളെക്കാളും കുറച്ച് ബൾക്ക് സൈസും ഉണ്ട്. താടിയും മീശ മൊത്തം വെച്ചിട്ടുമുണ്ട്. എന്റെ കൂടെ ഒരു ചെറിയ കസിന് ആരുണ്ടായിരുന്നു, അതായത് അനിയത്തിനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചേട്ടനാണ്, കല്യാണം കഴിഞ്ഞ ചേട്ടനാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് ഇവനാണ് സ്റ്റുഡന്റ്. അയ്യോ, ഈ ചേരാൻ വരുമ്പോ എന്റെ ഒപ്പം വന്നിട്ട് ഒരു കുട്ടി ഉണ്ടായി കോട്ടയത്ത്, ദേവിക അവിടെ വരും. അങ്ങനെ എല്ലാരും ഇവിടെ എത്തി. ഇവരാണെങ്കിൽ ചെന്നൈ വെച്ചിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഗൗരി വിനി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അവള് റസിയ, ഞങ്ങള് 2 പേര്, റസിയ ഗായത്രി, ഈ 3 പേര് പറയാം. അത് ഇനി അവര് വരികയാണെങ്കിലും ഒരു 3 പേരെ ഞാൻ ഇവിടുന്ന് ഗിണ്ടിയിൽ പോയപ്പോ പരിചയപ്പെട്ടായിരുന്നു. ഇവന്മാരൊന്നും കണ്ടിട്ടില്ല. ഞാൻ നിന്റെ അടുത്ത് ഗിണ്ടിയിൽ സംസാരിച്ചു. അപ്പൊ നീ നിങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോ അവിടെ വന്നു. ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ഇവിടെ വേറെ പ്രോസസ്സാണ്. ഇവിടെ 10ഓളം സർട്ടിഫിക്കറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ടായത്. അതായത് നമ്മള് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ബ്ലഡ്, മറ്റേ ഇഞ്ചക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് ബി ഇഞ്ചക്ഷൻ എടുക്കണം. പിന്നെ നമ്മുടെ കോളേജ് സ്കൂളിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, +2 10 സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റിക്ക് ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് എടുത്ത സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ബോണ്ടും എഴുതി കൊടുക്കണം 10 ലക്ഷത്തിന്റെ. ഇതൊക്കെ തീർത്ത് വൈകുന്നേരമായി ഇവിടുന്ന് ഹോസ്റ്റലിന്റെ ഇതെല്ലാം തീർത്തിട്ട് പിന്നെ വീട്ടിൽ പോയി. തിരിച്ച് വീട്ടിൽ പോയി. അപ്പോഴും പ്രതീക്ഷ നമുക്ക് ഒരു അലോട്ട്മെന്റ് കൂടി വരും, അപ്പൊ പക്ഷെ എനിക്ക് ഞാനെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആലപ്പുഴ ഉണ്ടായിരുന്നു എന്റെ കാൽക്കുലേഷൻ. അതെ, നമുക്കൊക്കെ തേർഡ് അലോട്ട്മെന്റ് കേരളയുടെ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോ നമുക്കൊക്കെ കിട്ടി. കേരളയില്
നമുക്കൊക്കെ കിട്ടി 3 പേർക്കെന്നല്ല ഇവിടെ എല്ലാവർക്കും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും കേരളത്തില് അലോട്ട്മെന്റ് വന്നതാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ട്രാപ്പായി എന്ന് പറയാം. അതാണ് ഏറ്റവും കൂടുതൽ നല്ല വാക്ക്, ട്രാപ്പായി ഇവിടെ. ഞങ്ങൾ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് പറയണത്. ഇതാണ് നടക്കുന്ന കാര്യം. അപ്പൊ നമ്മളെ പോലെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു തോന്നൽ വരരുത് ഞങ്ങൾ കിട്ടിയ കോളേജ് വേസ്റ്റ് കോളേജാണ്, അങ്ങനെയുള്ള ഒരു ഇതല്ല, സംഭവം കോളേജാണ്. നിങ്ങള് മൊത്തം ടോപ്പ് അലോട്ട്മെന്റ് കൊടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അറിയാം. ഒരു 10ാം സ്ഥാനം മൊത്തം 30 കോളേജോളം സർക്കാരിലുണ്ട് ഇവിടെ തമിഴ്നാട്ടില് സർക്കാർ. കേരളത്തിലാകെ 7 8 ഉള്ളൂ. ഇതില് 10ാം സ്ഥാനമൊക്കെ വരുന്ന ഒരു കോളേജാണ്. മൊത്തം 4 കോളേജുകൾക്കുള്ളൂ 250 സീറ്റ്. അതിലൊരു 250 സീറ്റായി, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചുമ്മാ താത്തി പറയുന്നതല്ല, നിങ്ങളുടെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുന്നതാണ്. കേരളത്തിൽ വരുന്നവര്, കേരളത്തിൽ പഠിച്ചവര് പിന്നെ ഇങ്ങോട്ട് കേരളത്തിന്റെ ഒരു വൈബില്ലേ, അത് ഇവിടെ ഏതായാലും കിട്ടത്തില്ല. അത് ശരിയല്ല. കൾച്ചർ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. കൾച്ചർ ഡിഫറൻസ് ഇല്ല, അതൊക്കെ യൂസ്ഡ് ആവുന്നതിന് ഒരു രസം തോന്നുന്നവർക്ക് ഇവിടെ വരാം. പിന്നെ ഒരു പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കും, പുതിയൊരു സ്ഥലത്ത് പുതിയൊരു കൾച്ചർ പഠിക്കും. അതെ, നമുക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ കുഴപ്പമില്ലാണ്ട് പുറത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ഭാഷ നമ്മൾ പഠിക്കും. ഭാഷ പഠിക്കുകയല്ല, ഒരു അത് കുഴപ്പമില്ല. അപ്പോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ഭാഷേനെക്കാട്ടി മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, പുതിയൊരു ഗ്രൂപ്പാണ്. അവരെ അടുത്ത് നമ്മൾ സംസാരിച്ച് അവരുടെ ഒപ്പം ഉള്ള ഒരാളാന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവ്, അത് പുറത്ത് പഠിച്ചാലേ വരുള്ളൂ. നമ്മളിപ്പോ പുതിയ ആൾക്കാരായിട്ടൊക്കെ പരിചയപ്പെട്ട് അവരെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ. പിന്നെ ഇവിടുത്തെ കൾച്ചർ എന്റെയും ഡിഫറെന്റ് കൾച്ചറാണ്, കേരളം പോലെയല്ല ഇവിടെ. അതായത് ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇയറിലാണ് പഠിച്ചത്, അവസാനം ഞങ്ങൾ ഇവിടെ പുറത്തൊക്കെ പോകാൻ തുടങ്ങി, ജിമ്മിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോ നിന്റെ കഥയുണ്ടല്ലോ, ഇവൻ ഇപ്പൊ ഇവിടുത്തെ ഡോൺ പോലെയൊക്കെയാണ്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ട് കുറെ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി ഇവിടെ ജിം വഴി കുറെ. നിങ്ങൾ ഒരുപാട് കേൾക്കില്ല നമ്മള് ഇവിടെ അങ്ങനെ കോളേജിൽ നമ്മളെല്ലാം കൊടുത്തു, ഹോസ്റ്റലിലെ റൂമൊക്കെ കണ്ടു. പിന്നെ ഹോസ്റ്റലിലെ റൂമിൽ എത്തിയപ്പോഴാണ് ഏതാണ് എന്റെ റൂംമേറ്റ്, ഇവനും പിന്നെ നാഗർകോവിൽ നിന്നുള്ള മലയാളം അറിയാവുന്ന തമിഴ് സ്റ്റേറ്റ് കോട്ടയിൽ വന്ന് അല്ലല്ലോ, ഓൾ ഇന്ത്യ കോട്ടയിലാണ് വന്നത്. പക്ഷെ അവന് മലയാളം നല്ല, നാഗർകോവിൽക്കാരനാണ്, കേരളത്തിൽ പഠിക്കുന്ന ആളല്ല, കേരളത്തിൽ പഠിച്ച ആളല്ല, നാഗർകോവിലാണ് പഠിച്ചത്. മലയാളം നല്ല പോലെ സംസാരിക്കും. അവനായിരുന്നു നമ്മുടെ ഒരു തമിഴ് പഠിക്കാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് പോലെ അവനായിരുന്നു ആക്ട് ചെയ്തത്. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു ഫസ്റ്റ്. എന്റെ ഒപ്പം വേറെ എല്ലാവരും എല്ലാവരുടെയും സംസാരിക്കാൻ ഫുൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ് നമ്മുടെ ഫ്രണ്ട്സിനോട്. അതായത് തമിഴ് അറിയാം, പിന്നെ തമിഴ് ഒരു ഒറിജിൻ ഉണ്ട്. തമിഴ് സിനിമ ഞാൻ കാണാറുണ്ട് എനിക്ക് പിന്നെ ഇംഗ്ലീഷ് അധികം പറയാനൊന്നും അറിയില്ല. എനിക്ക് അറിയാം, അവനറിയില്ല. എനിക്കറിയില്ല, എനിക്ക് അത്രയും സംസാരിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവനായിരുന്നു ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും വാക്കുകളൊക്കെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോ പപ്പടം പോലും ഇവിടെ അപ്പളം എന്നാ പറയാ. അപ്പളം എന്നാ പറയാ. അച്ചാറിന് ഊറുക, അതൊക്കെ സിമിലർ ആണ്. അത് ഫുഡ് എടുക്കുന്നതല്ല. ചില മലയാളം വാക്കുകൾ തമിഴില് ഭയങ്കര മോശാർത്ഥമുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പൊ പലരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേരളത്തിലായാലും ഒക്കെ. പക്ഷെ ഇവിടെ അതിനൊരു എക്സാക്ട്ലി വേറെ മീനിങ് ആണ്. ഇത് നമ്മള് സ്ഥിരം മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് തമിഴില് വേറെ ഒരു ഇതാണ്, വേറെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങളൊക്കെ അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അത് ഭയങ്കര അതുകൊണ്ട് കുറെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു സീരീസ് ഓഫ് കോമഡീസ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം നടക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ അക്കാന്നാണ് വിളിക്കുക. അപ്പൊ സീരിയൽ നിന്റെ മറ്റേ കഥയാണ്. ഒന്ന് പറയാം, ഞാൻ പറയാം. നീ പറയാ. അതിപ്പോ ഞാൻ പറയാം ഒന്നുമില്ല. സീനിയേഴ്സിന് എക്സസി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമാണ്. വലിയ പ്രോഗ്രാം, 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ഭയങ്കര CRRIs ഫണ്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ കോളേജിൽ നടത്തുന്ന ഹൗസ് സർജൻസ് ഫണ്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. അതില് എല്ലാവിധ സംഭവങ്ങളും ഉണ്ടാവും. ഡാൻസ്, പാട്ട്. അപ്പൊ വിഘ്നേശ്വരി ചെറിയ പാട്ടുകാരൻ, വിഘ്നേശ്വരി വലിയ പാട്ടുകാരനാണ്.
ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആരില്ലാത്തല്ല, അത്യാവശ്യം നന്നായിട്ട് പാടും. ലിങ്ക് മേളിലിരുന്ന കഥ പറ കഥ നീ പറ. ഇപ്പൊ മലയാളത്തില് നമ്മള് കൈയടിക്കാന്ന് പറയല്ലേ, കൈയടിക്കുക എന്ന് നമ്മള് പറയും. തമിഴില് അതിന് വേറൊരു അർത്ഥമാണ്. അതിന് അർത്ഥം പറഞ്ഞുതരാം. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ചേച്ചി മീൻസ് സീനിയേഴ്സിന് അക്ക എന്നാണ് വിളിക്കുന്നത് നമ്മള്. അതിനൊരു അക്ക പറയാം അതൊരു എനിക്ക് പറയാം. അക്ക പാട്ട് പാടി കഴിഞ്ഞു. അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്യുന്നു. ഓക്കെ, എല്ലാരും ക്ലാപ്പ് ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ് അടിപൊളിയായിരുന്നു, എല്ലാരും ഇരുന്ന് കൈയടിക്കായിരുന്നു. മീൻസ് അത് ഇവൻ തമിഴില് ഇവന് അതിന്റെ അർത്ഥം അറിയില്ല. ഇവന് അത്യാവശ്യം തമിഴ് അറിയെങ്കിലും ഇങ്ങനത്തെ ഒന്നും അർത്ഥം. അപ്പൊ ചേച്ചിയോട് പറഞ്ഞു എല്ലാരും കൈയടിക്കായിരുന്നു. ഇപ്പൊ മലയാളിയാന്ന് ചേച്ചിക്ക് അറിയാം. പക്ഷെ ചേച്ചിക്ക് മലയാളത്തിൽ കൈയടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ല. ഇവന് തമിഴിൽ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് ഇവനും അറിയില്ല. ഇവൻ ചേച്ചിയോട് ചേച്ചിയുടെ പാട്ട് കേട്ട് ഞാനും എല്ലാരും കൈയടിച്ചു, നല്ലോണം കൈയടിച്ചു. ഇവനിരുന്ന് കൈയടിക്കാന്ന് പറഞ്ഞു. തെങ്ങീസ് എന്താ പറഞ്ഞ ഈ കൈയടിക്കൽ എന്ന് തമിഴില് ഐ മീൻ മാസ്റ്റർ വേഷം, അതാണ് മാസ്റ്റർ വേഷം. അപ്പൊ എന്താണ് ഊഹിക്കാലോ, എന്താണ് എനിക്കറിയാം. നിങ്ങളെ ഊഹിച്ചാണ്. ചേച്ചിയോട് ഇവൻ പറയാണ് ചേച്ചിയുടെ പാട്ട് കേട്ട് ഞങ്ങളെല്ലാരും കൈയടിച്ചു എന്ന് പറഞ്ഞു. അതാണ് ഒരു കോൺട്രാറി ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ പറയാം. പിന്നെ അവർക്ക് നമ്മുടെ ചില വാക്കുകളിൽ ഡൗട്ട് ഉണ്ടാവും. നമ്മളിവിടെ എന്താ പറയാ, ഗേക്ക് നമ്മൾ കുണ്ടൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. മൊത്തം സെക്സ് എന്താ പറയാ. അതായത് ഇവിടെ ഒരു ബുക്ക് ഉണ്ട്, കുണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഓജിയാണോ മെഡിസിൻ ആണോ ലോക്കിന്റെ കമ്പനിയുടെ പേര് കുണ്ടൻ എന്നാണ്. അതായത് സംഭവം എന്താണെന്ന് അറിയോ, ഞങ്ങളിവിടെ വരുമല്ലോ ഫസ്റ്റ് ഹോസ്റ്റലിൽ വന്നിട്ട് ഹോസ്റ്റലിൽ റൂമൊക്കെ സെറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു ലോക്ക് തരുമല്ലോ. 3 പേരാണ് റൂമിലുണ്ടാവുന്നത്. ഞാനും ഇവനും ആ നാഗർകോവിൽ ഞാൻ പറഞ്ഞ അവനാണ് ഒരു റൂമിലുള്ളത്. ഞങ്ങൾക്കൊരു ലോക്ക് ഉണ്ട്. ലോക്കിൽ ചുമ്മാ ഇങ്ങനെ നമ്മള് ചുമ്മാ ലോക്ക് ഓക്കെ ലോക്കൊക്കെ നോക്കുമ്പോ പ്രത്യേകിച്ചും അതിൽ എഴുതിയത് കുണ്ടൻ ശക്തി. കുണ്ടൻ ശക്തി. ഓക്കെ, ഇത് വേറെ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല, തമാശയായിട്ട് എടുക്കാം. അപ്പൊ അതില് കുണ്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും കോഴിക്കോടുകാര് ആണുങ്ങളെ കുണ്ടൻ. അതെ കോഴിക്കോടല്ല, കോഴിക്കോടല്ല, ഏതോ ഒരു ജില്ലക്കാരിങ്ങനെ കുണ്ടന്മാര് എന്നാണ് പറയാ. അങ്ങനെ എന്തോ സംഭവം. ഒരിക്കൽ ഞാൻ ഫോട്ടോ എടുത്തപ്പോ ഇതിന്റെ പേര് ഇങ്ങനെ വന്നായിരുന്നു. ഇതിന്റെ നാട്ടിലെ ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുത്തപ്പോ ഇതിന്റെ ഫോട്ടോ അവര് കണ്ടായിരുന്നു. ഈ ലോക്കിന്റെ കമ്പനി, ലോക്ക് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ചെയ്യല്ലോ, അതില് കുണ്ടൻ എന്നായിരുന്നു. ലോക്കൽ മാത്രല്ല ഈ സ്വിച്ച് ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രമുഖ ബ്രാൻഡാണെന്നാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കിയത്. സ്വിച്ച് ബോർഡിൽ എല്ലാത്തിലും കുറെ സ്ഥലത്തുണ്ടായിരുന്നു കുണ്ടൻ എന്ന്. കറക്റ്റ് KUNDA. അതന്നെയാണ് അതിന്റെ ഇത്. അത് സ്വിച്ച് ബോർഡിലുള്ള എന്റെ ഫോട്ടോയുടെ സൈഡിൽ എന്താ സ്വിച്ച് ബോർഡ് ഇട്ടേക്കുന്ന കണ്ടിട്ട് അതുണ്ടോ, ഞാൻ ലോക്കൽ ആദ്യമായിട്ടുണ്ട്. പിന്നെ യൂഷ്വലായിട്ടുള്ള പിന്നെ നാട്ടിലെ ഫ്രണ്ട്സിലുള്ളവര് കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യൂഷ്വലായിട്ടുള്ള സാധനങ്ങളുണ്ട്, വടി വിടുക. അപ്പൊ അതിപ്പോ എല്ലായിടത്തും ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോ വടി വിടുക. അതെ, അത് പറയാം. അത് ഈ ബാക്കിയുള്ള വരുന്ന കുറെ സീരീസ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, ഒരു 10 സാധനം മിനിമം ഉണ്ടാവും. അത് നമ്മൾ പറയാം, വരുന്ന ഇതിലൊക്കെ പറയാം നമ്മള്. അപ്പൊ നമ്മളിപ്പോ എവിടെ നിർത്തിയേ? എവിടെ നിർത്തിയേ? അരമണിക്കൂർ 40 മിനിറ്റ്. എന്നാ നമ്മളിപ്പോ എന്ത് ചെയ്തു, നമുക്ക് ഹോസ്റ്റലില് കോളേജ് വന്നു, ഇവിടെ അലോട്ട്മെന്റ് നമ്മളെല്ലാം സീറ്റ് വാങ്ങി, ഇവിടുത്തെ സീറ്റ് വാങ്ങിയിട്ട് നമ്മള് ഹോസ്റ്റലും കൂടി ഹോസ്റ്റലിൽ വന്നിട്ട് ഹോസ്റ്റലിലെ റൂം നമുക്ക് സെറ്റായി. ഇവൻ റൂം നമ്പർ 2, ഞാന് ഇവന് വേറെ ഞാൻ പറഞ്ഞ നാഗർകോവിലിൽ അവനും കൂടി 3rd. ഇവന്റെ റൂമിൽ 2 പേരും കൂടി വരുന്നുണ്ട്. അത് പറയാം, അടുത്ത എപ്പിസോഡ് പറയാം ആരൊക്കെയാണ്. പിന്നെ വേറെ 11 റൂമിൽ പണി വാങ്ങിക്കാൻ അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ കോളേജിലെത്തി, അലോട്ട്മെന്റ് കഴിഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റൽ വരെ സെറ്റായി, ഹോസ്റ്റൽ റൂം സെറ്റായി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോയി. ഓക്കെ, തിരിച്ച് നാട്ടിലോട്ട് പോയിട്ട് ഇനി അവരൊരു വിളി വരുമ്പോ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഹോസ്റ്റലൊക്കെ നോക്കി. ഹോസ്റ്റലൊക്കെ നല്ല ഇതായിരുന്നു, ഫുഡൊക്കെ സ്റ്റുഡൻസ് മെസ് ആണെന്ന് എല്ലാരും പറഞ്ഞു.
ഇപ്പൊ ഫുഡൊക്കെ ഒരു ദിവസം കഴിച്ചു നോക്കി, എല്ലാം നല്ല ഫുഡായിരുന്നു. അന്നത്തോടെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പോയി. അന്നത്തെ നമ്മൾ പോയി. പിന്നെ സീനിയേഴ്സിനെ പരിചയപ്പെട്ടു. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സീനിയേഴ്സിന് സീനിയേഴ്സ് 1-2 പേരെടുത്ത് കണ്ടിട്ട് ചോദിച്ചു എങ്ങനെ റാങ്ക് ഒക്കെ ഉണ്ടോന്ന്. ടോണിച്ചേട്ടനെ പറ്റി പറയാം. ടോണിച്ചേട്ടനെ പറ്റി പറയാണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. അല്ല, അത് നമ്മള് പിന്നെയല്ലേ കണ്ടേ, ടോണിച്ചേട്ടൻ പിന്നെ ഞങ്ങള് ക്ലാസ് തുടങ്ങുന്നതിന് വന്നപ്പോഴാണ് ഹോസ്റ്റലിൽ കയറിയപ്പോ 1-2 സീനിയേഴ്സിനെ കണ്ടായിരുന്നു. അവര് പറഞ്ഞു ഇവിടെ ഒരു റാങ്കിങ് ഇല്ല, ഒരു കുഴപ്പമില്ല, എല്ലാം ഞങ്ങൾ അനിയന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്റെ വീട്ടുകാർ ഇപ്പോഴും ചോദിക്കുന്നത് ഏതാജി ചേട്ടൻ അവിടെ ഉണ്ടോ മോനെ സംഭവം ചേട്ടനാണ്. പുള്ളിയായിട്ടുള്ള കുറെ മൽപ്പിടുത്തങ്ങൾ ഉണ്ട്. അതൊക്കെ പറയാം. അന്ന് അത് തോന്നില്ലായിരുന്നു. അന്ന് അത്രക്കും കുലീനമായി വന്ന് അതങ്ങനെയാണ്. പാരന്റ്സിനടുത്ത് വരുമ്പോ കറക്റ്റ് ഇതായിട്ടാണ് വരാറ്. അതാണ് ഫസ്റ്റ് ഇയറില്. അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറില് ഞങ്ങള് ഇതേ പൊസിഷൻ ഞങ്ങൾ എല്ലാത്തിലും വന്നു. അതേ റോളിൽ ഞങ്ങൾ വന്നപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. അത് പറയാം, അതൊക്കെ ഇനി അടുത്തതിൽ പറയാം നമുക്ക്. അപ്പൊ നിർത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു, നമ്മള് ഇപ്പൊ നിങ്ങൾ ഒരു സിനിമയിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ കട്ടാണ്. ഇതൊന്നുമില്ല. ഒരാൾക്ക് എൻട്രൻസ് കിട്ടുന്നു. ഇപ്പൊ ഏതായിരുന്നു ഏറ്റവും നല്ല എക്സാമ്പിൾ? ഓം ശാന്തി ആശാനെയാണ്. 2 മണി ഉറങ്ങി എണീക്കുമ്പോ തന്നെ MBBS കിട്ടി. അതിന് പിന്നില് ഭയങ്കര കഷ്ടപ്പാട്. എൻട്രൻസിന്റെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ല കോൺസ്റ്റന്റ് ആയിട്ട് നമ്മള് അത്യാവശ്യം വർക്ക് ചെയ്യണം. അത് ഓരോരുത്തർക്കും ഓരോ പോലെ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത അത്ര ചിലപ്പോൾ ഇനി വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. മേ ബി അതെനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതൊക്കെ നമ്മള് പറയാം വരുന്ന എപ്പിസോഡിൽ. ഇങ്ങനെ അതായത് നല്ല വർക്ക് ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ അതിന്റെ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 വർഷം കോളേജിൽ എത്തുമ്പോ പിന്നെ വേറൊരു മൂടാണ്. അവിടെ വെച്ചാണ് അവസാനമായിട്ട് കഷ്ടപ്പെട്ടത്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് ആയിരിക്കും. അപ്പൊ ബ്രില്ലേര പറയുന്ന ഡയലോഗ് ശരിയാണ്. നിങ്ങൾ ഇവിടെ വന്ന പോലെ കഷ്ടപ്പെട്ട് അവിടെ എൻജോയ് ചെയ്യാം. അതെ അതെ, ഇതൊരു ആക്ച്വലി MBBS വേണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം എന്ന് ഒരു ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ടേണിംഗ് പോയിന്റ്. നമ്മൾ 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് ഒരിക്കലും അല്ല. +2 ഒരു ടേണിംഗ് പോയിന്റ് ഒരിക്കലും അല്ല. അത് +2 കൊണ്ട് പഠിച്ചതിന് ഒരു ഉപകാരം കിട്ടിയത് ബ്രില്യന്റിൽ ഒരു കുറച്ച് കാശ് കമ്മിയായിട്ട് പഠിക്കാൻ പറ്റും. അത് മാത്രമേ എനിക്ക് ഒരു ഉപകാര യൂസായിട്ട് മനസ്സിലാക്കും. പിന്നെ എപ്പോഴും എന്തുകൊണ്ട് ഉപകാരമാണ് ഇല്ലാന്നല്ല പറയുന്നത്. ഒട്ടും പഠിക്കരുത്, അതുകൊണ്ട് ഒന്നും പഠിക്കരുത് എന്നല്ല, ഒരു മിനിമം നോളജ് എല്ലാം പറ്റിയ ചുമ്മാ പറയാം. +2 ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറയാം, അല്ലാണ്ട് വേറെ ഒരു ഉപകാരമില്ല. വീട്ടുകാർക്ക് ഞാൻ വീട്ടുകാർക്ക് നാട്ടുകാരുടെ മുമ്പിൽ എന്റെ മോന് ഫുൾ എ പ്ലസ് ആണ്. പിന്നെ ചെറിയ അവാർഡ് ഫംഗ്ഷൻ നാട്ടിൽ ചുമ്മാ. എനിക്ക് ടെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10ല് 9.8 ഞാൻ CBSE വിളിച്ചത്. അപ്പോഴും എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല, ട്രോഫി ഇല്ല. അതിന്റെ +2 വന്നപ്പോ മാത്സിന് മാത്രം A ആയി, ബാക്കിയില്ലാത്തിന് A+. അപ്പോഴും എനിക്ക് ട്രോഫി ഒന്നും കിട്ടിയില്ല. അങ്ങനെ ജസ്റ്റ് മിസ്സായി. നിങ്ങൾക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു മാർക്ക് ഇഷ്ടംപോലെ ട്രോഫി ഉണ്ടായിരുന്നു. +2 എനിക്ക് പക്ഷെ ഇംഗ്ലീഷിൽ A ആയി. പക്ഷെ ഞാൻ പിന്നെ പോയി സ്റ്റേറ്റ് സിലബസുകാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താ അതിന് പറയുന്നത്, പേര് പറയും, പിന്നെ എഴുതാൻ പറ്റും ഒരു വട്ടം കൂടി. നമുക്ക് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി, അതും A+ ആയി. അങ്ങനെ ഫുൾ A+ ആയിട്ട് മാറി. അപ്പൊ പക്ഷെ അപ്പോഴേക്കും അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ തീർന്നായിരുന്നു. അതുകൊണ്ട് അവാർഡൊന്നും വാങ്ങാൻ പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷിൽ ഒരു മാർക്ക് പോയി, ഫുൾ A+ പോയി. പിന്നെ CBSE ആയതുകൊണ്ട് ഒന്നുമില്ല. പക്ഷെ സയൻസും ഇതിനായതുകൊണ്ട് മാത്സ് ആയതുകൊണ്ട് കുറച്ച് അവാർഡ്. അതാണ് +2 കൊണ്ടുള്ള ഒരു ഉപകാരം. അന്നത്തെ അവാർഡിനെ കാട്ടിയൊക്കെ നല്ല അവാർഡുകൾ മേളിലുണ്ട്. ഇവിടെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ പാതി കാണുന്നുണ്ടാവും. പാതി കാണുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇത് കുറെ റൂമിലുള്ള ഉള്ളതാണ്. നിങ്ങൾ വിചാരിക്കും ഇവ ഉണ്ടാക്കിയതാണെന്നൊക്കെ. ഇവന്റെ റൂമാണ് അത് വേറൊക്കെ. അതുകൊണ്ട് ഇവ ഉണ്ടാക്കിയതൊക്കെ വിചാരിക്കും. അതൊക്കെ ഞങ്ങൾ വൈകിട്ട് പറയാം ആരുണ്ടാക്കിയതാന്നൊക്കെ. നമുക്ക് അത്യാവശ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. അത്ര മോശക്കാരൊന്നുമല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര പ്രോസസ് ചെയ്യേണ്ട അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടുകാരോട് പറയാൻ ശ്രമിക്കാം. വീട്ടുകാർക്ക് എന്റെ വീട്ടുകാരോടും പറഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതൊക്കെ ഈ വീഡിയോയുടെ ലക്ഷ്യം അതാണ്, ഓണസ്റ്റ് ആയിട്ട് പറയാം. അതായത് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് പോലും ഒരാഴ്ചയോളം കഷ്ടപ്പെട്ടു ഈ അലോട്ട്മെന്റും പ്രോസസ്സും കഴിയാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ചേർന്നു. ഇവിടെ ചേർന്നിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അതിന്റെ കഷ്ടപ്പാടുകളൊക്കെ വരും. പക്ഷെ ഇന്ന്
ഈ എപ്പിസോഡാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവത്തിന് നിങ്ങൾ പോവാൻ നിൽക്കരുത്. വീട്ടുകാരുടെ ഇത് വെച്ചിട്ട് എനിക്കൊണ്ട് കുറെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്. മെഡിക്കൽ കോളേജിൽ തന്നെ എക്സാം ഫെയിലാവുന്ന ഇവിടെ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ എക്സാം ഫെയിലാവുന്ന ഒരു പ്രശ്നമേ അല്ല. ഫെയിലായില്ലെങ്കിൽ ഞാനിപ്പോ എബസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങളുടെ മാർക്കൊക്കെ നമ്മൾ പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് വീട്ടുകാരോട് പറഞ്ഞു നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇച്ചിരി വാശി പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാശി പിടിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും, അത് ഫോട്ടോഗ്രാഫി ആയിരിക്കാം, പെയിന്റിംഗ് ആയിരിക്കാം, മ്യൂസിക്കിൽ താല്പര്യം മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് താല്പര്യം ഡാൻസ് ആയിരിക്കാം, MBA കുറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് PGs ലൈഫ് സെറ്റ് ആവുന്ന വിചാരിച്ചിട്ടുള്ള രീതിയിൽ വരുന്നത് വെറും മണ്ടത്തരാണ്. അതായത് MBBS എടുത്ത ലൈഫ് സെറ്റ് ആവും. പക്ഷെ 35 വയസ്സ് 35 ആ സമയമൊക്കെ അപ്പോഴേക്കും നമ്മുടെ ഒരു എന്താ പറയാ ഒരു യുവത്വം എന്ന് പറയുന്ന സംഭവം, ആ ഒരു വൈബ്രൻസി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളാ കാശ് ഉണ്ടാക്കണമെന്ന് മക്കൾക്ക് വേണ്ടി നമുക്ക് ആഘോഷിക്കണ്ട. ഞങ്ങൾ ആധികാരികമായിട്ട് പറയാനുള്ള ആയിട്ടില്ല, പക്ഷെ എന്നാലും നമ്മള് ഒരു കുറെ കാണുന്നുണ്ട് രീതിയിൽ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിൽ നിന്ന് കളയേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ MBBS എടുത്താൽ ലൈഫ് സെറ്റ് ആവും എന്നുള്ളതല്ല. സെറ്റ് ആവും, പക്ഷെ ഇപ്പോഴല്ല. നിങ്ങളുടെ യുവത്വം ഒരു നല്ല ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതൊരു ഗ്യാരണ്ടി ആയിട്ട് ഒരിക്കലും എടുക്കരുത്. ഇപ്പൊ നേരത്തെ സെറ്റ് ആവുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അതൊരു മൈനോറിറ്റി ഒരു പോർഷൻ, ഭയങ്കര മൈനോറിറ്റി പോർഷൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലാത്തൊരു പ്രൊഫഷൻ ആയിട്ട് നിങ്ങൾ എടുത്താൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ നന്നായി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നത് അതാണ്. എന്നാലും ഇഷ്ടപ്പെടുമോ സംശയം. ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടില് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേറൊരു പ്രൊഫഷൻ നിങ്ങളോടും ചോദിക്കുക, വീട്ടുകാരോടാണ് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്ന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിലോട്ട് വരിക, പൂർണ്ണ മനസ്സോട് വരികയാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ വരിക. വീട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കുക. അവർക്ക് കുറെയൊക്കെ അത്യാവശ്യം ഒരു നമ്മളെ കുറച്ചും കൂടി നമുക്കൊരു ഇത് നൽകുന്ന വീട്ടുകാരാണെങ്കിൽ മോസ്റ്റ്ലി. പിന്നെ ചില വീട്ടുകാർ പലരും പല പോലെയാണെന്ന് അറിയാം. അതൊക്കെ ശരിയാണ്. അതൊക്കെ പറഞ്ഞു നോക്കുക. അതായത് ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കേട്ടത് വെച്ച് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ തുടർന്നും ഒരു 2-3 വീഡിയോസ് എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോ അതിലും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഒന്ന് ഇൻട്രോ ഒക്കെ ഇടാൻ വേണ്ടിട്ട് കുറച്ച് ഭാഗം പോയി. കുറെ പ്രശ്നങ്ങളുണ്ടായുള്ള ആദ്യമായിട്ടാണ് ലൈറ്റ് ഇളകിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിന്റെ പ്രശ്നമുണ്ട്. അതൊക്കെ ശരിയാണ്. ക്യാമറ ഇല്ല. സാധാരണ ഞങ്ങളൊരു ഫോണിലാണ്, ഇവന്റെ ഫോണിലാണ് ഒരു 10-15,000 രൂപയുടെ ഫോണിലാണ് ചെയ്യുന്നത്. ട്രൈപോഡ് ആയിട്ട് വെച്ചേക്കുന്ന 2 ബുക്സ് ആണ്. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ട് ഒന്നും കിട്ടാനൊന്നും പോണില്ല. ഇതുകൊണ്ട് ജയിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും നേരം കണ്ട് അവസാനം വരെ എത്തിയെങ്കിൽ കണ്ടുവരും. ബാക്കി വീഡിയോ കാണാം. പിന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ ചെറിയ മാറ്റം മതി. നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് ചിലപ്പോൾ മാറിയെന്ന് വരാം മേ ബി. അപ്പോൾ ഇത്രയും കണ്ടതിന് താങ്ക്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ. ഇത് കുറെ കട്ട് ചെയ്ത് വേണം. ഇൻട്രോ പാട്ട് അപ്പുറം